അല്ല, നിങ്ങൾക്ക് ഏതൊക്കെ ലോക്കിംഗ് സിസ്റ്റം അറിയാം? നമ്പര്, പാറ്റേൺ, ഫിംഗർ പ്രിന്റ്, പിന്നെ ഫേസ് ലോക്ക്. ഇത്രയല്ലേ നിങ്ങൾക്കറിയാവൂ? എന്നാൽ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിലൊന്നും ഒരു സമയമില്ലാത്ത ഒരു ലോക്കിംഗ് സിസ്റ്റം ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ആപ്ലിക്കേഷനിൽ എന്താണ് പ്രത്യേകത ഉള്ളതെന്ന്. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ആക്കാം നമ്മളെ ഫോൺ ലോക്ക്. അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ സമയം, ഇപ്പോഴാ മണി എത്രയായി? 8:48 ആ സമയമാക്കാം നമ്മളെ ലോക്ക്. നമ്മളെ സമയം ഫോണിൽ മാറുന്നതിന് അനുസരിച്ച് നമ്മളെ ഫോണിൻ്റെ പാസ്വേഡ് മാറിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ 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 വലുതാണ്. കാരണം ഇങ്ങനെ നമ്മുടെ സമയം മാറുന്നതിനനുസരിച്ച് ഫോണിന് ലോക്ക് മാറുന്നത് നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ നമ്മളെ ഫോണിൽ ലോക്ക് എടുക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല. സമയം മാറുന്നതിനനുസരിച്ച് നമ്മളെ ഫോണിൻ്റെ ലോക്കും മാറുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിനായി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ ലോഗോ ആയിരിക്കും കാണിക്കുക. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ ലോഗോ ആയിരിക്കും കാണിക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ പെർമിഷൻ കൊടുക്കേണ്ടി വരും. അത് ഇതുപോലെ ഗെറ്റ് പെർമിഷൻ അടിച്ചിട്ട് നമ്മൾ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ പെർമിഷൻ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഗെറ്റ് പെർമിഷൻ എന്നടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്താൽ മതി. അലോ കൊടുക്കണം. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിടാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ സെക്യൂരിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞൊരു രണ്ടാമതായി ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ കറക്റ്റ് ടൈമിലാണ് കിടക്കുന്നത്. അതായത് നമ്മൾ ഈ അനേബിൾ ലോക്ക് എന്ന ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പരസ്യം വരും ആദ്യമായിട്ട് അടിക്കണമുണ്ട്. എന്നിട്ട് അനേബിൾ ലോക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളെ ഫോണിൻ്റെ പാസ്വേഡ്, അതായത് നമ്മളെ ഇതിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡ്, നമ്മളിപ്പോൾ ടൈമാണല്ലോ കൊടുത്തിരിക്കുന്നത്, അത് മറന്നു പോകാൻ ചാൻസ് ഇല്ല. എന്നാലും മറന്നു പോയി കഴിഞ്ഞാൽ തിരിച്ച് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഇവിടെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 1 2 3 4 ഇത് ലോക്കായി പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് കറക്റ്റ് ടൈമാണ് കിടക്കുന്നത്. ഈ ആദ്യത്തെ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഈ ലോക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സെക്യൂരിറ്റി ടൈപ്പ് കറക്റ്റ് ടൈമിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ടൈമാണ് ആദ്യത്തെ ഓപ്ഷൻ. പിൻ കറണ്ട് ടൈം ആക്കാം, പിൻ പ്ലസ് അവർ ആക്കാം, പിൻ പ്ലസ് മിനിറ്റ് ആക്കാം, പിൻ ഓൺലി എന്നാക്കാം, പിൻ പ്ലസ് ഡയറക്ടറി എന്നാക്കാം. ഞാൻ ഇപ്പോൾ കറക്റ്റ് ടൈം തന്നെ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ബട്ടൺ എനേബിൾ ചെയ്യണം കേട്ടോ, എന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. പെർമിഷൻ എല്ലാം കൊടുക്കണം. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഇവിടെ കാണിക്കുന്ന സമയമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മളെ ഫോണിൽ കാണിക്കുന്ന ടൈമല്ലേ. ഇവിടെ എങ്ങനെയാണോ സമയം കാണിക്കുന്നത് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 08:52 എന്നാണ് എനിക്കിവിടെ കാണിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ കാണിക്കുന്നു അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 08:82. അത് കഴിഞ്ഞാൽ നമ്മളെ ഒറിജിനൽ പാസ്വേഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണ് സാധാരണ പോലെ തന്നെ ലോക്ക് ഓപ്പൺ ആവുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ്
2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ 8:52 ആയത്. ഇനി സമയം മാറുന്നതിനനുസരിച്ച് നമ്മളെ ലോക്ക് മാറും. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 1 മിനിറ്റ് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീൻ ഒന്ന് ലോക്ക് ചെയ്യാം. എന്നിട്ട് 8:52 എനിക്കറിയാം അത് ഓപ്പൺ ആവില്ലെന്ന്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടിക്കുകയാണ്. 52 8:52 അത് ഓപ്പൺ ആവുന്നില്ല. ഓപ്പൺ ആവാത്തത് നമ്മളെ ഫോൺ സമയം മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ സമയം മാറുന്നതിനനുസരിച്ച് നമ്മളെ ലോക്ക് മാറും. ഇനി നിങ്ങൾ ഈ ലോക്ക് മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ മറന്നുപോയാൽ ഇവിടെ ഫോർഗെറ്റ് എന്ന ഭാഗം ഉണ്ട്. അവിടെ അടിച്ചതിന് ശേഷം നിങ്ങൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഏതാണോ അത് അവിടെ കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 1 2 3 4 എന്നാണ് വെച്ചത്. ഞാൻ റീസണും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ ലോക്ക് ഉള്ളത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ മറന്നുപോയ ലോക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിലും അത് ഓപ്പൺ ആവുന്നതാണ്. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്യാതെ കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് ഞാൻ പറയേണ്ട കാരണം. ഇപ്പോൾ 8:54 ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 8 ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം. 08:54 ഇത് ഈ ആപ്ലിക്കേഷനിൽ കിടക്കും പോലെ തന്നെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ പഴയ ലോക്ക് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ഓപ്പൺ ആകും. നമ്മളെ ഈ ലോക്കിലുള്ള ഇത് ഓപ്പൺ ചെയ്യണം. നമ്മളെ ഈ ലോക്ക് ഓപ്പൺ ചെയ്യണം. ലോക്ക് ഓപ്പൺ ചെയ്താൽ നമ്മളെ മെയിൻ ലോക്കിലോട്ട് തന്നെ പോകുന്നതാണ്. മെയിൻ ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ കാണിക്കുക. ഇവിടെ നിങ്ങളെ സമയം അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏത് സമയമാണോ കാണിക്കുന്നത് അത് അവിടെ അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 08:55 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോക്കുകൾ ഇവിടെ തിരഞ്ഞാൽ കിട്ടും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓപ്ഷൻ ഏതിലാണെന്ന് നോക്കുക. കറക്റ്റ് ടൈമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കറക്റ്റ് ടൈമിൽ കിടന്നാലേ നിങ്ങളെ സമയം മാറുന്നതിനനുസരിച്ച് ലോക്ക് മാറുകയുള്ളൂ. അല്ലാതെ തന്നെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണോ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ലോക്കിംഗ് സിസ്റ്റം ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക. ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യാൻ മറന്നു വരുന്നത്. എങ്കിൽ അനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ അടിപൊളി ലോക്കിംഗ് സിസ്റ്റം, അഡാർ ലോക്കിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ബ്ലൂ നിറത്തിലൊരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആപ്പ് ലിങ്ക് ആപ്പൊന്നോ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരണമെന്നാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.